എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് 4-5 മണിക്കൂർ. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം 2 കപ്പ് തേങ്ങാപ്പാലിൽ 3/4 കപ്പ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരിക. പകുതി മാറ്റി വെച്ചതിന് ശേഷം പകുതിയിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 3 ചെറിയ മുട്ട, വലിയ മുട്ടയാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരിക. ഇതിലേക്ക് ഉപ്പും ഒരു നുള്ളു ഉപ്പും 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് ബാക്കിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് ഈ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ 2 മാവും കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം എള്ളും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്നും കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറേശ്ശെ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം കേട്ടോ. അച്ച് നല്ലപോലെ ചൂടായിരിക്കണം. 2 പാത്രത്തിലായിട്ടാണ് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ, ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് അച്ച് എപ്പോഴും ചൂടായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ ഓരോ പ്രാവശ്യം മാവിൽ മുക്കി വലിയ പാത്രത്തിലുള്ള എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മറ്റേ പാത്രത്തിലുള്ള എണ്ണയിലേക്ക് അച്ച് മാറ്റുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അച്ചിന് എപ്പോഴും നല്ലപോലെ ചൂടുണ്ടായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. അടിഭാഗം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് നേരം കുക്കാവട്ടെ. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് മതിയായിരിക്കും ആ ഭാഗം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ കേട്ടോ. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. മുട്ട ചേർക്കുന്നത് ശ്രദ്ധിക്കുക. വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട ചേർക്കുക, ചെറിയ മുട്ടയാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അരിയുടെ കൂടെ മൈദ ചേർക്കുന്നത് ആ ഒരു കടുകടുപ്പ് മാറുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയും ചെയ്യാവുന്നതാണ്.